സുഹൃത്തുക്കളെ, പലപ്പോഴും നമ്മൾ കേൾക്കുന്നുണ്ട്, ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ ശാസ്ത്രം അംഗീകരിച്ചു, ശാസ്ത്രജ്ഞർ തന്നെ ദൈവമുണ്ടെന്ന് സമ്മതിച്ചു. ഇത് കേട്ടാൽ പലർക്കും അത്ഭുതം തോന്നും. പക്ഷേ ഇതിന്റെ പിന്നിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? നമുക്ക് ശാന്തമായി അതിന്റെ വാസ്തവം പരിശോധിക്കാം. ക്രൈസ്തവ വിശ്വാസപ്രകാരം വിശുദ്ധ കുർബാന അർപ്പണ സമയത്ത് ഉപയോഗിക്കുന്ന തിരുവോസ്തി യേശുവിന്റെ ശരീരമായി മാറുന്നു എന്നാണ് വിശ്വാസം. ചിലപ്പോഴെങ്കിലും ആ തിരുവോസ്തി യഥാർത്ഥ മാംസമായി മാറിയതായി ചിലർ പറയുന്നു. ഇതാണ് അവർ ദിവ്യകാരുണ്യ അത്ഭുതം എന്ന് വിളിക്കുന്നത്. ഇതുപോലുള്ള സംഭവങ്ങൾ ഇറ്റലിയിലെ ലാൻഷ്യനോ എന്ന സ്ഥലത്തും അർജന്റീനയിലെ ബൂയിനോസ് ഐറിസ് എന്ന സ്ഥലത്തും നടന്നതായി പറയുന്നു. ഇപ്പോൾ ഈ സംഭവങ്ങളിൽ ശാസ്ത്രപരമായി നടത്തിയ ചില പരിശോധനകൾ നോക്കാം. ലാൻഷ്യനോയിലെ സംഭവം പരിശോധിച്ചത് ഇറ്റലിയിലെ ഒരു വൈദ്യശാസ്ത്ര വിദഗ്ധനായ ഡോക്ടർ എഡോവാർഡോ ലിനോളി എന്ന പവോളജിസ്റ്റാണ്. അദ്ദേഹം ഇറ്റലിയിലെ അരെസോ പട്ടണത്തിലെ സാൻ ഫെലിസിയാനോ ആശുപത്രിയിലും മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലും പഠിപ്പിച്ചിരുന്ന ഡോക്ടർ ആയിരുന്നു. അദ്ദേഹം സാമ്പിൾ പരിശോധിച്ച് പറഞ്ഞു, ഇത് മനുഷ്യന്റെ ഹൃദയമാംസമാണ്. രക്തഗ്രൂപ്പ് AB ആയിരുന്നു. മാംസക്ഷണം കേട്ട് ഇരിക്കാൻ സംരക്ഷണ പദാർത്ഥങ്ങൾ ഒന്നും ചേർത്തിട്ടില്ല. ഈ പരിശോധന നടന്നത് 1971-ൽ. അദ്ദേഹം തന്റെ റിപ്പോർട്ട് സഭയ്ക്ക് സമർപ്പിച്ചു. അത് പിന്നീട് സഭയുടെ ആഭ്യന്തര രേഖയായി സൂക്ഷിക്കപ്പെട്ടു. എന്നാൽ അത് ശാസ്ത്രീയ പ്രസിദ്ധീകരണമായി പുറത്തിറങ്ങിയിട്ടില്ല. അർജന്റീനയിലെ ബൂയിനോസ് ഐറിസ് സംഭവത്തിൽ പരിശോധന നടത്തിയതെന്ന് പറയുന്നത് അമേരിക്കയിലെ ന്യൂയോർക്ക് നഗരത്തിൽ പ്രവർത്തിച്ചിരുന്ന ഡോക്ടർ ഫ്രെഡറിക് സഗിബി എന്ന ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം നീണ്ട വർഷങ്ങൾക്കു മുൻപ് കൊളംബിയ സർവകലാശാലയിലും ന്യൂയോർക്ക് ഫോറൻസിക് ഇൻസ്റ്റിറ്റ്യൂട്ടിലും പവോളജിസ്റ്റായി സേവനമനുഷ്ഠിച്ചിരുന്നു. അദ്ദേഹം ബൂയിനോസ് ഐറിസിൽ നിന്നുള്ള സാമ്പിൾ പരിശോധിച്ച് റിപ്പോർട്ട് നൽകി. അദ്ദേഹം പറഞ്ഞു, സാമ്പിൾ മനുഷ്യ ഹൃദയത്തിലെ ഇടതുകൈ ഭാഗത്തുള്ള മാംസമാണ്. അത് ഹൃദയത്തിന്റെ പേശിയായ മയോകാർഡിയം ഭാഗം തന്നെയാണ്. ജീവിച്ചിരുന്നതുപോലെയുള്ള കോശഘടന ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഈ പരിശോധന നടന്നത് 1996-ൽ. ഇത് കേട്ടാൽ പലർക്കും തോന്നും, അപ്പോൾ ശാസ്ത്രം ഇതെല്ലാം അംഗീകരിച്ചല്ലോ എന്ന്. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. ഡോക്ടർ ലിനോളിയുടെയും ഡോക്ടർ സഗിബിയുടെയും പരിശോധനകൾ ശാസ്ത്രീയ പത്രികകളിൽ പ്രസിദ്ധീകരിച്ചിട്ടില്ല. മറ്റ് ശാസ്ത്രജ്ഞർക്ക് അതേ സാമ്പിളുകൾ വീണ്ടും പരിശോധിക്കാനോ ഫലങ്ങൾ ആവർത്തിക്കാനോ സാധിച്ചിട്ടില്ല. അതിനാൽ ശാസ്ത്രലോകം ഇതിനെ അംഗീകരിച്ചിട്ടില്ല. ശാസ്ത്രം എന്തെങ്കിലും കാര്യം തെളിവായി അംഗീകരിക്കണമെങ്കിൽ അതിന്റെ ഉറവിടം വ്യക്തമായിരിക്കണം. ആ മാംസക്ഷണം എവിടെ നിന്നാണ് എടുത്തത്, എങ്ങനെ സൂക്ഷിച്ചു, ആർക്കെല്ലാം അത് കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞു, ഇതെല്ലാം രേഖപ്പെടുത്തണം. ഈ തെളിവിന്റെ പാതയെ, തെളിവിന്റെ ബന്ധം എന്നാണ് ശാസ്ത്രത്തിൽ പറയുന്നത്. ഇത്തരത്തിലുള്ള രേഖകൾ ഈ സംഭവങ്ങളിൽ ഒന്നും ലഭ്യമല്ല. അതുകൊണ്ട് ഈ സാമ്പിൾ അത്ഭുതത്തിൽ നിന്നുള്ളതാണ് എന്ന് ശാസ്ത്രപരമായി പറയാൻ കഴിയില്ല. ചിലർ പറയുന്നത് ഇങ്ങനെ, ഇത് പരിശോധിച്ചത് ദൈവത്തെ വിശ്വസിക്കാത്ത ശാസ്ത്രജ്ഞരാണ്. അവർ തന്നെയാണ് ദൈവമുണ്ടെന്ന് സമ്മതിച്ചത്. പക്ഷേ ഇത് ശരിയല്ല. ഡോക്ടർ എഡോവാർഡോ ലിനോളി സ്വയം ഒരു വിശ്വാസിയായ കത്തോലിക്കനായിരുന്നു. ഡോക്ടർ ഫ്രെഡറിക് സഗിബി ദൈവത്തെ വിശ്വസിക്കാത്തവനാണെന്നതിന് തെളിവില്ല. അവരിൽ ഒരാളും ഇത് ദൈവം മാറ്റിയതാണ് എന്ന് പറഞ്ഞിട്ടില്ല. അവർ പറഞ്ഞത് വൈദ്യശാസ്ത്രപരമായ നിരീക്ഷണങ്ങൾ മാത്രമാണ്. ഇത് മനുഷ്യ മാംസമാണ് എന്നത് മാത്രം. ശാസ്ത്രം അത്ഭുതങ്ങളെ നിഷേധിക്കുന്നതല്ല. പക്ഷേ ശാസ്ത്രം പഠിക്കുന്നത് ലോകത്തിൽ കാണാനാകുന്ന കാര്യങ്ങളാണ്. ശാസ്ത്രം പറയുന്നത് ഇത്രയേ ഉള്ളൂ: വിശ്വാസം, ആത്മീയത, ദൈവികത എന്നിവയെ ശാസ്ത്രം പരീക്ഷണത്തിലൂടെ തെളിയിക്കാനോ നിഷേധിക്കാനോ കഴിയില്ല. അതുകൊണ്ട് ഇത് മനുഷ്യ മാംസമാണ് എന്ന് ശാസ്ത്രത്തിന് പറയാം. പക്ഷേ ദൈവം അതിനെ തന്റെ ശരീരത്തിന്റെ തന്നെ ഒരു ഭാഗമായ മാംസക്ഷണം ആക്കി മാറ്റിയതാണ് എന്ന് ശാസ്ത്രത്തിന് ഒരിക്കലും പറയാൻ കഴിയില്ല. ഈ സംഭവങ്ങളെ പിന്നീട് മറ്റ് ശാസ്ത്രസംഘങ്ങളും പരിശോധിച്ചിട്ടുണ്ട്. ഇറ്റലിയിലെ ചിക്കാപ്പോ ഗവേഷണ കേന്ദ്രം എന്ന ശാസ്ത്രീയ അന്വേഷണ സംഘം ലാൻഷ്യനോ അത്ഭുതത്തെ വീണ്ടും പരിശോധിച്ചു. അവരുടെ റിപ്പോർട്ട് പുറത്തിറങ്ങിയത് 2011-ൽ. അവിടെ പറയുന്നത് വ്യക്തമാണ്: സാമ്പിളിന്റെ ഉറവിടം തെളിയിക്കാനാകുന്ന രേഖകളൊന്നുമില്ല. മാംസത്തിന്റെ സ്വഭാവം മനുഷ്യത്തിൻ്റെതാണെങ്കിലും അത്ഭുതമെന്ന അവകാശവാദം തെളിയിക്കുന്ന ശാസ്ത്രീയ അടിസ്ഥാനമില്ല. അമേരിക്കയിലെ സ്കെപ്റ്റിക്കൽ ഇൻക്വയറർ എന്ന ഗവേഷണ പ്രസിദ്ധീകരണവും ഈ വിഷയത്തെക്കുറിച്ച് 1906-ൽ വിശദമായി വിവരിച്ചിട്ടുണ്ട്. അവരും അതേ നിഗമനത്തിലെത്തി: തെളിവുകൾ മതിയായതല്ല, സാമ്പിളുകളുടെ ഉറവിടം വ്യക്തമായില്ല, സ്വതന്ത്ര പരിശോധന നടന്നിട്ടില്ല. അവരുടെ അഭിപ്രായം വ്യക്തമാണ്: ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ ദൈവത്തിന്റെ സാന്നിധ്യത്തിനുള്ള ശാസ്ത്രീയ തെളിവ് അല്ല. അത് വിശ്വാസികളുടെ ആത്മീയ അനുഭവമായിരിക്കും. പക്ഷേ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട കാര്യമല്ല. സുഹൃത്തുക്കളെ, ശാസ്ത്രം വിശ്വാസത്തെ നിഷേധിക്കാനല്ല, തെളിവിനെ മനസ്സിലാക്കാനാണ്. വിശ്വാസം മനസ്സിന്റെ വിഷയമാണ്. ശാസ്ത്രം വസ്തുതകളുടെ അന്വേഷണമാണ്. ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ ദൈവമുണ്ടെന്നതിന് ശാസ്ത്രീയ തെളിവ് ആണെന്ന് പറയുന്നത് തെറ്റാണ്. അത് വിശ്വാസപരമായ അനുഭവം മാത്രമാണ്. സത്യം അന്വേഷിക്കുന്നവർക്ക് വിശ്വാസമല്ല, തെളിവാണ് വഴി. ചിന്തിക്കൂ, അന്വേഷിക്കൂ, പരിശോധിക്കൂ. സത്യത്തെ തേടുന്ന യാത്രയിൽ വീണ്ടും കാണാം സുഹൃത്തുക്കളെ.